സൊല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ലാംഗ്വേജ് ഫാമിലീസ്? ലാംഗ്വേജ് ഫാമിലീസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് ഓഫ് റിലേറ്റഡ് ലാംഗ്വേജസ്. അത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ കോമൺ ആൻസസ്റ്റർ ലാംഗ്വേജിൽ നിന്നായിരിക്കും ഇത്രയും ലാംഗ്വേജസ് ഇവോൾവ് ആയി വന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ലാംഗ്വേജ് ഫാമിലീസ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ആർ ദ മേജർ ലാംഗ്വേജസ് ആർ ഡെവലപ്ഡ് ഫ്രം ജർമേനിക്. ആ ജർമേനിക് എന്നുള്ള ഒരു ലാംഗ്വേജ് ഫാമിലിയിൽ ഇതിനകത്ത് വരുന്ന ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? ഇംഗ്ലീഷ് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഡച്ച് ഉണ്ട്, സ്വീഡിഷ് ആൻഡ് ഡാനിഷ് ഉണ്ട്. ദെൻ ഫ്രം വിച്ച് ബ്രാഞ്ച് ഓഫ് ദി ജർമേനിക് ഗ്രൂപ്പ് ഡിഡ് ഇംഗ്ലീഷ് ഇവോൾവ്? വെസ്റ്റ് ജർമേനിക് ബ്രാഞ്ചിൽ നിന്നാണ് ഇംഗ്ലീഷ് ഇവോൾവ് ആയത്. പിന്നെ ദ റൈറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ദി ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ഇൻസ്ക്രിപ്ഷൻസ് ഏതാണ്? റൂണിക് ആൽഫബറ്റ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ, റൂണിക് ആൽഫബറ്റ്. ദെൻ മിഡിൽ ഇംഗ്ലീഷ് ഡയലക്ട്സ് ഏതൊക്കെയാണ്? നോർത്തേൺ ഉണ്ട്, ഈസ്റ്റ് മിഡ്ലൻഡ് ഉണ്ട്, വെസ്റ്റ് മിഡ്ലൻഡ് ഉണ്ട്, സദേൺ ഉണ്ട്, കെൻറ്റിഷ് ഉണ്ട്. ദെൻ ഇൻഫ്ലെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്ലെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഗ്രമാറ്റിക്കൽ ചേഞ്ച്, അതായത് ടെൻസ് കാണിക്കാനോ അതിൻ്റെ കേസ് കാണിക്കാനോ നമ്പറോ അല്ലെങ്കിൽ ജെൻഡർ കാണിക്കാനോ ഉള്ള ആ ഒരു മാറ്റത്തിന്, ഒരു വേർഡിൻ്റെ മാറ്റത്തിനെയാണ് നമ്മൾ ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്രമാറ്റിക്കൽ ജെൻഡർ? ഗ്രമാറ്റിക്കൽ ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, മസ്കുലൈൻ ജെൻഡർ ആണോ, ഫെമിനൈൻ ജെൻഡർ ആണോ, അല്ലെങ്കിൽ ന്യൂട്ടർ കാറ്റഗറീസ് ആണോ എന്ന്. ഫോർ എക്സാമ്പിൾ ലയൺ എന്നുള്ളത് മസ്കുലൈൻ ജെൻഡർ ആണ്, ലയണസ് എന്ന് പറയുന്നത് എന്താണ്? ഫെമിനൈൻ ജെൻഡർ ആണ്. ഓക്കെ, അപ്പോൾ 3 genders ആണ് ഇംഗ്ലീഷിലുള്ളത്, മസ്കുലൈൻ, ഫെമിനൈൻ ആൻഡ് ന്യൂട്ടർ. എന്താണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ? റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ആക്സെൻ്റ് ആണ്. അത് യുണൈറ്റഡ് കിങ്ഡത്തിൽ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ ജോൺസന്റെ ഡിക്ഷണറി എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ 1755 അത് പബ്ലിഷ് ചെയ്തത്. എന്താണ് യുഫിമിസം? യുഫിമിസം എന്ന് വെച്ചാൽ പൊളൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ടേം, നമ്മൾ ഹാർഷായിട്ട് അല്ലെങ്കിൽ ഒഫൻസീവായിട്ട് ഒരു കാര്യം പറയുന്നതിന് പകരം നമ്മൾ പൊളൈറ്റായിട്ട് പറയുന്നതിൻ്റെ ആ ഒരു ടേമിനെയാണ് നമ്മൾ യൂഫിമിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹി ഡൈഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഹി കിക്ക്ഡ് ദ ബക്കറ്റ് അല്ലെങ്കിൽ ഹി പാസ്ഡ് അവേ എന്ന് നമുക്ക് പറയാം. അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾഡ് ഇംഗ്ലീഷിനെ കുറിച്ച് 2 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ 450 to 1150 CEയിലുള്ള ആ ഒരു പീരീഡാണ്. ഏർലിയസ്റ്റ് ഫോം ഓഫ് ഇംഗ്ലീഷ് ആണ്. ജർമേനിക് ട്രൈബ്സും ലാറ്റിൻ ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിനകത്ത് ഓൾഡ് ഇംഗ്ലീഷിനകത്ത് കാണാൻ സാധിക്കും. അതിൻ്റെ വൊക്കാബുലറിയും ഗ്രാമറും വളരെ കോംപ്ലക്സ് ആണ്. മോഡേൺ ഇംഗ്ലീഷുമായിട്ട് വളരെ ഡിഫറൻറ്റുമാണ്. ദെൻ മോഡേൺ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് ലാറ്റിൻ ആൽഫബറ്റിൽ നിന്നാണ് ഇവോൾവ് ആയത്. അത് ക്രിസ്ത്യൻ മിഷണറീസ് 7th centuryയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലേറ്റർ കുറേ ലെറ്റേഴ്സ് ആയിട്ടുള്ള ജെ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ഡബ്ല്യു ഒക്കെ പിന്നീടാണ് ആഡ് ചെയ്തത്. ഇനി എന്താണ് ഉംലോത്ത്? ഉംലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ചേഞ്ച് ആണ്. അതായത് വൗവൽസിൻ്റെ അടുത്ത് കിടക്കുന്ന സൗണ്ട് വഴി എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഉംലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ജർമേനിക് ലാംഗ്വേജസിലാണ് ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നത്, ആ ഒരു ഇൻഫ്ലുവൻസ്. കെൽട്ടിക് ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് നെയിംസിലൊക്കെയാണ് ഈ കെൽട്ടിക് ഇൻഫ്ലുവൻസ് വന്നത്. ഫോർ എക്സാമ്പിൾ തെയിംസ് എന്നുള്ള റിവർ തെംസ്, THAMES, അത് A1 എന്നുള്ള വാക്ക്, അവിടെയൊക്കെയാണ് ഈ കെൽട്ടിക് ഇൻഫ്ലുവൻസ് നമുക്ക് പ്ലേസ് നെയിംസിലാണ് വന്നത്. ഓക്കെ, ദെൻ നോർമൻ കോൺക്വസ്റ്റ് 1066 വന്നതാണ്. ഫ്രഞ്ച് വൊക്കാബുലറി അതിനുശേഷമാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. ഇംഗ്ലീഷ് ഗ്രാമറിനെയും അതുപോലെ തന്നെ ലെക്സിക്കണിനെയൊക്കെ ഈ ഫ്രഞ്ച് വൊക്കാബുലറി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനി ചോസറിൻ്റെ ഇന്നോവേഷൻസ് എന്താണ് പോയട്രിയിൽ? ചോസർ അയാമ്പിക് പെൻറ്റമീറ്റർ ആണ് യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ റൈമിംഗ് കപ്ലറ്റ്സ്. അങ്ങനെ അത് മിഡിൽ ഇംഗ്ലീഷ് പോയട്രി ഒരുപാട് എൻറിച്ച് ചെയ്യുകയും കാൻറ്റർബറി ടെയിൽസിനകത്ത്, അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള കാൻറ്റർബറി ടെയിൽസിനകത്തൊക്കെ ഇതിനകത്ത് അദ്ദേഹം അയാമ്പിക് പെൻറ്റമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതായത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആൻഡ് എഡ്യൂക്കേഷനിലും മീഡിയയിലും ഫോർമൽ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഷേക്സ്പിയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് വെച്ചാൽ ഷേക്സ്പിയർ ഒരുപാട് പുതിയ വാക്കുകൾ കോയിൻ ചെയ്തിട്ടുണ്ട്, പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. വേർഡ്സും ഫ്രേസസും എല്ലാം ഉണ്ട്. അതിന് എക്സാമ്പിളും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക ആണ്, കോമൺ ലാംഗ്വേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1.5 ബില്യൺ സംസാരിക്കുന്ന ഭാഷയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. അപ്പോൾ കൊമേഴ്സ്, ടെക്നോളജി ആൻഡ് കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്താണ് സിനെക്ഡക്? സിനെക്ഡക് എന്ന് വെച്ചാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് വേർ എ പാർട്ട് റെപ്രസെൻറ്റ്സ് ദ ഹോൾ. അതായത് നമ്മളിപ്പം ദീസ് ആർ മൈ വീൽസ് എന്ന് പറയുന്നതിന് പകരം, അതായത് വീൽസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാർ എന്നാണ്. ഇപ്പോൾ കാറിന് പകരം നമ്മൾ എന്താണ് വീൽസ് എന്ന് പറയുവാണ് ഇവിടെ.
ഓക്കെ, ആണ് ഒരു കാര്യത്തിന് പകരം നമ്മൾ മറ്റൊരു കാര്യം, അതായത് ഒരു പാർട്ട് റെപ്രസെൻറ്റ്സ് എ ഹോൾ. ഓക്കെ, ദെൻ വാട്ട് ഈസ് മെൻ ബൈ ബ്രോഡനിങ് വിത്ത് റെസ്പെക്ട് ടു സെമാൻറ്റിക് ചേഞ്ചസ്? ബ്രോഡനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർഡിൻ്റെ മീനിങ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ്. ഹോളിഡേ എന്ന് വെച്ചാൽ പണ്ട് റിലീജിയസ് ഫെസ്റ്റിവൽ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഹോളിഡേ എന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷൻ, അവധി എന്നൊക്കെയുള്ള മീനിങ് ആണ്. ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് പാർട്ടുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത്, രണ്ട് വേർഡ്സിൻ്റെ പാർട്ടുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് പുതിയൊരു വേർഡ് ആക്കുന്നു. എക്സാമ്പിൾ ബ്രഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. പിന്നെ അതുപോലെ തന്നെ പോഡ്കാസ്റ്റിംഗ് എന്നുള്ള വാക്ക്, ഐപോഡിൻ്റെ പോഡും ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാസ്റ്റിങ്ങും, അതാണ് പോഡ്കാസ്റ്റിംഗ്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വാക്കെന്ന് പറയുന്നത് സ്മോഗ്, SMOG, അത് ഫോഗും സ്മോക്കും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാക്കിയ വാക്കാണ്. നെക്സ്റ്റ് ഗ്രിംസ് ലോ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രിംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് കൺസണന്റ് ഷിഫ്റ്റ്, അതായത് ജർമ്മനിക് ലാംഗ്വേജസിലെ സിസ്റ്റമാറ്റിക് കോൺസണൻറ്റിൻ്റെ ഷിഫ്റ്റ് അതിനെയാണ് നമ്മൾ ഗ്രിംസ് ലോ എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നല്ല വൃത്തിക്ക് എസ്സേ എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇംഗ്ലീഷിൻ്റെ മുകളിലുള്ള സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് എന്താണ്? അപ്പം ഓൾഡ് നോട്ട്സ് വൊക്കാബുലറി ഒരുപാട് വന്നു, ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ സിംപ്ലിഫൈഡ് ആയി, വേർബുകളിലും വേർഡ് എൻഡിങ്ങിലും മാറ്റങ്ങൾ വന്നു. ദെൻ 2 മെയിൻ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബിൽഡ് ഇംഗ്ലീഷ്, ഇൻഫ്ലക്ഷൻസ് പോയി, പിന്നെ എന്താണ്? ഫ്രഞ്ച് വൊക്കാബുലറി ഒരുപാട് വന്നു, പിന്നെ സിംപ്ലർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ഗ്രാമർ വന്നു. പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷൻസിന് ഇമ്പാക്റ്റ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ? ഇപ്പോൾ കിങ് ജെയിംസിൻ്റെ ബൈബിളുണ്ട് 1611 വന്നത്. ആ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കിങ് ജെയിംസിൻ്റെ ബൈബിളിനാണ്, നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരുപാട് ഫ്രേസസ് ഒക്കെ കൊണ്ടുവന്നു. ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിനെ കുറിച്ച് ചോദിക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് ഫ്രെയിം നറേറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പിൽഗ്രിംസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, തീംസ് ഉണ്ട്, ഡയലക്റ്റുകളുണ്ട്. മിഡിവൽ സൊസൈറ്റിയെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തതാണ് ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ്. ദെൻ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് എങ്ങനെയാണ് മോഡേൺ ഇംഗ്ലീഷിലോട്ട് ഗ്രോ അപ്പ് ആയത്, അത്ര ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലണ്ടനിലെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് ഒരുപാട് പ്രോമിനൻസ് ഗെയിൻ ചെയ്തത്. പ്രിൻറ്റിംഗ് പ്രസ് വന്നു, ലിംഗ്വിസ്റ്റിക് ബാലൻസ്, നോർത്തേണും സദേൺ ഡയലക്റ്റും തമ്മിലുള്ള ലിംഗ്വിസ്റ്റിക് ബാലൻസും ഒക്കെ ഇതിന് സപ്പോർട്ടായിരുന്നു. പിന്നെ സ്പെൻസറിൻ്റെ ലെഗസി എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? അതുപോലെ തന്നെ ഓരോ റൈറ്റേഴ്സിൻ്റെ ലെഗസി അറിഞ്ഞിരിക്കണം. ഷേക്സ്പിയറിൻ്റെ ആണെങ്കിലും സ്പെൻസറിൻ്റെ ആണെങ്കിലും മിൽട്ടൻ്റെ ഒക്കെ അറിഞ്ഞിരിക്കണം. എഡ്മണ്ട് സ്പെൻസറിൻ്റെ ദ ഫെയറി ക്വീൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. സോ അതുവഴിയാണ് അദ്ദേഹം വലിയൊരു ലെഗസി കാണിച്ചത്. ഓക്കെ, ദെൻ മിൽട്ടൺ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എൻറിച്ച് ചെയ്തതെന്ന് വെച്ചാൽ പാരഡൈസ് ലോസിലൂടെ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സിൻടാക്സ് പുതിയ വേർഡ്സ് കോയിൻ ചെയ്തു, ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ദെൻ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്പെല്ലിങ്ങിനകത്തും വൊക്കാബുലറിക്കകത്തും പ്രൊനൗൺസിയേഷനകത്തും വരുന്നതാണ് ഡിഫറൻസസ്. സ്പെല്ലിങ്ങിനകത്ത് വരുമ്പോൾ COLORും COLOUR എന്നുള്ളത് അമേരിക്കനും COLOUR എന്ന് പറയുന്നത് ബ്രിട്ടീഷുമാണ്. വൊക്കാബുലറിക്കകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റർ എന്നാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്, അമേരിക്കക്കാർ എന്താ പറയുന്നത്? ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊനൗൺസിയേഷനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ കുറിച്ച്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി അത് എസ്സേ ക്വസ്റ്റൻ ആണ്, അത് മൊത്തത്തിൽ എഴുതേണ്ടി വരും. അതായത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്നും മേജർ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, ജർമേനിക്, സ്ലാവിക്, ഇൻഡോ ആര്യൻ, അങ്ങനത്തുള്ള കാര്യങ്ങൾ ഫുള്ള് എഴുതേണ്ടി വരും. പിന്നെ നോർമൻ കോൺക്വസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും പറയുക, അതും 1066 വന്ന കാര്യവും പിന്നെ പുതിയ വാക്കുകളും ഗ്രാമറൊക്കെ എങ്ങനെയായെന്നും ഒക്കെ ചോദിക്കും. പിന്നെ സിമാൻറ്റിക് ചേഞ്ചസ് ഇൻ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്. അതായത് ഓവർ ടൈം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇംഗ്ലീഷിൽ ലാംഗ്വേജിൽ വന്നിരിക്കുന്നത്, സിമാൻറ്റിക് ചേഞ്ചസ്, വേർഡ് മീനിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു നേരത്തെ ബ്രോഡനിങ് എന്നുള്ളൊരു പ്രശ്നം, ഒരു കാര്യം പറഞ്ഞു. ഹോളിഡേ എന്നുള്ളത് പണ്ട് റിലീജിയസ് ഫെസ്റ്റിവലിനെ പറയുന്നതായിരുന്നു, ഇപ്പോൾ അത് വെക്കേഷനായിട്ട് മാറി. ഓക്കെ, മീറ്റ് എന്ന് പറയുന്നത് എല്ലാ ഫുഡിനെയും പറയുന്നതായിരുന്നു, പിന്നെ അത് ഫ്ലഷിൻ്റെ ഐറ്റംസിനായിട്ട് മാത്രം മാറി. ഓക്കെ, പിന്നെ നൈറ്റ് എന്നുള്ളത് സെർവൻ്റ് ആയിരുന്നു, പക്ഷേ അത് നോബിൾ ഒരു പ്രൊഫഷനായിട്ട് മാറി. സില്ലി എന്ന് പറയുന്ന ഹാപ്പിനെസ്സിനെ കാണിക്കുന്നതായിരുന്നു, ഇപ്പോൾ അത് ഫൂളിഷ്നെസ്സിനെ പറയുന്ന പോലെയായി. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് എസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാനൊരു ഓഡിയോ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്ലോബൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽസിൽ നിന്നും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ്, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, സയൻസ്, ബിസിനസ് ആൻഡ് മീഡിയ, ടെക്നോളജി വളർന്നപ്പോഴും ഇംഗ്ലീഷിൻ്റെ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറി. അപ്പം അങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് പറയുക.